ഇപ്പൊ നിനക്കൊരു കാര്യം മനസ്സിലാവും, എന്റെ പെണ്ണുമ്പിളാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഞാൻ ചെയ്തില്ലെങ്കിൽ എന്റെ തലയ്ക്ക് വെച്ച് തരാൻ അവള് നോക്കും. പറയാനുള്ളത് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് HIV AIDS കാര്യങ്ങളുണ്ട്. ചെയ്ത് എന്നെ മൂഞ്ചിച്ച് പാലം കടത്തി വിട്ടിട്ട് ഞാൻ ഇനി അവർക്ക് ഞാൻ താമസിച്ച വീടും, കാരണം ആ സാധനങ്ങൾ മൊത്തം ഈ ഓഗസ്റ്റ് 31-ാം തീയതി വളരെ വ്യക്തിക്ക് വേണ്ടപ്പെട്ട ആള് വീട്ടിൽ പോയി മൊത്തം അടിച്ചു പാക്കി എടുത്തോണ്ട് പോയി. അതായത് എന്റെ ഷഡ്ഡി വരെ കൊണ്ടുപോയി. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കുഞ്ഞാറ്റ ഇച്ചായൻ വിഷയം തന്നെയാണ്. ഇച്ചായൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഷെഫീന ബേബി ഇച്ചായൻ്റെ ഒരു പ്രൈവറ്റ് ചാറ്റ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മളും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഷെഫീന ബേബിയുടെ ആ ഒരു വീഡിയോക്കകത്ത് കുറച്ചധികം കാര്യങ്ങൾ ഇച്ചായനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിലിപ്പോൾ കുഞ്ഞാറ്റയുടെ അമ്മേനെ പോലും വേറൊരു രീതിയിൽ കണ്ടു എന്നുള്ള രീതിയിലൊരു സംസാരം മറ്റു പല ആൾക്കാരുടെ അടുത്ത് നടത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാനെ കൊണ്ട് എനിക്കെന്തോ ഒരു താല്പര്യമില്ല, അതുകൊണ്ടാണ് അതിനെപ്പറ്റി അധികം നമ്മൾ സംസാരിക്കാൻ നിൽക്കാത്തത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞേക്കുന്ന കുറച്ചധികം കാര്യങ്ങൾക്കെല്ലാം മറുപടി എന്നോണം കുറേ അധികം കാര്യങ്ങൾ ഇച്ചായൻ വന്ന് സംസാരിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഈ ഒരു ചാറ്റിൻ്റെ കാര്യമാണ്. ഒരു 10-30-37 മിനിറ്റുള്ള ഒരു വീഡിയോ ആണ്. ഇതിനകത്തൊരു ഡയറിയും പിടിച്ചിരുന്ന കുറേ കാര്യങ്ങൾ ഇച്ചായൻ പറയുന്നുണ്ട്. ആദ്യം തന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. കുറേ ഇഹലോക ഏപ്പരാച്ചികളുണ്ട്, അവർക്ക് നീയൊക്കെ പച്ചറച്ചി തിന്നു അല്ലയോടാന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കുറേ ടീംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സൗകര്യമുള്ളവർ കണ്ടാൽ മതി, ഉള്ള കാര്യം പറയില്ല. പച്ചറച്ചി തിന്നുകയാണെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ സ്വന്തം കുടുംബത്തിലെ പ്രശ്നം ഇങ്ങനെ പബ്ലിക് ആക്കിയിട്ട് ഇച്ചായനല്ല ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഓരോന്ന്. അന്ന് കുഞ്ഞാറ്റ ആണെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അവിടെ നിർത്തിയാണ് ഇവരുടെ ആൾക്കാരെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയിക്കണം എന്നുള്ള രീതിയിൽ ഇച്ചായൻ അത് കഴിഞ്ഞിട്ട് ന്യായീകരിച്ച് മെഴുകുന്നതും, പിന്നീട് ഈ ഒരു അംഗനവാടിയുടെ കുഞ്ഞിനെ കാണാൻ പോയിട്ട് കുഞ്ഞിനെ കാണിച്ചില്ല എന്നുള്ള ടാസ്ക് ഒക്കെ ഇറക്കിയേക്കുന്ന ഇച്ചായനല്ലേ. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി പബ്ലിക്കിലോട്ട് എത്തിച്ചേക്കുന്ന ഇവരല്ലേ. അപ്പോൾ പബ്ലിക്കായിട്ട് വന്ന സാധനം നമ്മൾ പബ്ലിക്കായിട്ട് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സൗകര്യമുള്ളവർ കണ്ടാൽ മതി. കാണാൻ താല്പര്യമുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അവരെന്തായാലും കണ്ടോളൂ. പിന്നെ ഇതിനകത്ത് മാനനഷ്ട കേസ് കാര്യങ്ങളൊക്കെ ഇച്ചായൻ പല ആൾക്കാർക്കെതിരെ കൊടുക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇച്ചായൻ പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. എന്താ പ്രൈവറ്റ് പാർട്ടിനെ കുറിച്ച് വരെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതൊക്കെ എന്താ പറയണേ, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ മറ്റേ ജോഡി സിൻസോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുടെ പേരൊന്നും എനിക്കറിയത്തില്ല, നമ്മളിങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊന്നും അല്ല. അപ്പം നമ്മളൊരു കേരളത്തിൽ കഞ്ഞിയും കപ്പയൊക്കെ തിന്ന് വളരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, ഒരു പയ്യനാണ്, നിങ്ങൾ മനസ്സിലാക്കണം. എടുത്ത് സീരിയസ് ആയിട്ടൊരു കാര്യം പറയുന്നതിനിടയ്ക്ക് ചുമ്മാ മനുഷ്യനെ ചിരിപ്പിക്കാനൊക്കെ ഉണ്ട്. ബാക്കി പറഞ്ഞിട്ട് ചാറ്റിന്റെ വിഷയം പറ ബ്രോ. ചാറ്റ്, ഈ കണ്ട ചാറ്റ്, ഇത് ശരിക്കും സംഭവിക്കുന്നത് 4 വർഷം മുന്നെയാണ്. അത് നിങ്ങൾ കേൾക്കണം. 2020-25 അല്ലെങ്കിൽ 2022 തുടക്കമോ അല്ലെങ്കിൽ 2021 ലാസ്റ്റോ. കാരണം എന്റെ ഒരു വേണ്ടപ്പെട്ട എന്റെ ഫാമിലിയുള്ള ഒരാളുടെ കല്യാണത്തിന്റെ ദിവസമാണ് ഈ കാര്യം നടക്കുന്നത്. അന്ന് രാവിലെയാണ് ഈ കാര്യം ഞാനെന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന പെൺകുട്ടിക്ക് ചാറ്റ് ചെയ്തു എന്ന് ഇവർ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പറയുന്നത്. അപ്പൊ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അന്ന് കല്യാണത്തിൽ നിൽക്കുമായിരുന്നു. ഏകദേശം ഒരു ഉച്ച സമയം കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഞാൻ ഓഡിറ്റോറിയത്തിൽ നിൽക്കുകയാണ്. കറക്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ റിസപ്ഷന്റെ സമയം ഓഡിറ്റോറിയത്തിൽ ഞാൻ എന്റെ കാറിന്റെ അകത്ത് ഞാനും എന്റെ കൂട്ടുകാരും കൂടെ ചെറുതടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഉള്ള കാര്യം പറഞ്ഞാൽ ചെറുതടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, കള്ളു കുടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. കള്ളുകൂടി ഗവൺമെന്റ് അംഗീകരിച്ചാണല്ലോ, അതുകൊണ്ട് എനിക്ക് പറയുന്നതിന് കുഴപ്പമില്ല. 2 പേർക്ക് അടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഈ സമയത്താണ് എനിക്ക് കോൾ വരുന്നത്. അപ്പോൾ പെട്ടെന്ന് എന്റെ അടുത്ത് വിളിച്ചു, ഹലോ അമ്മ, എന്റെ ആ പേരാണ് വിളിച്ചത്. എന്റെ എപ്പോഴാണ് പറഞ്ഞത്, ഇച്ചായനല്ലേ? അതേ പറഞ്ഞു, അതെ, ആരാണ്? അപ്പൊ ഇന്നൊരു വ്യക്തി, ഈ പറയുന്ന പെൺകുട്ടികളോ ആരുമല്ല എന്നെ വിളിക്കുന്നത്. എന്നെ വിളിക്കുന്നത് ഈ പെൺകുട്ടിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ആ വ്യക്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ വ്യക്തി എന്റെ സുഹൃത്താണ്, ഇപ്പോഴും എന്റെ സുഹൃത്താണ്. ഞാൻ ഇപ്പോൾ കുറച്ച് വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് വരെ ഞാൻ അവനൊരു വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് പറയാൻ പോവാന്ന്. അപ്പം ബാക്കി ഞാൻ കടന്നു വരാം. അപ്പം ഇവൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ബ്രോ ഇങ്ങനെ ഒരു സംഭവം വന്നത്. എന്റെ അടുത്ത് ആദ്യം വളരെ കൂളായിട്ടാണ് വയ്ക്കുന്നത്. എന്റെ അടുത്ത് ഞാനാണോ ചെയ്യുന്ന രീതി ചോദിച്ചു. എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ചാറ്റ് നമുക്ക് വേണ്ടപ്പെട്ട പെൺകുച്ചിന് വന്നിട്ടുണ്ട്, അത് ഈ പറഞ്ഞ ഞാനാണോ അയച്ചെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് അറിയില്ലല്ലോ. ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ് ആണോ ചോദിക്കുമ്പോൾ നമുക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നോക്കി. ആ ഇൻസ്റ്റാഗ്രാം ഞാൻ ഈ 2020 തോന്നുന്നു, 2020 ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഇൻസ്റ്റാഗ്രാം ആണ്. അത് അന്ന് 50K ഫോളോവേഴ്സ് ഉണ്ട്. 50K ഫോളോവേഴ്സ് ഉള്ളത് ഇതാട്ടോ. അപ്പം എന്റെ അടുത്ത് പറഞ്ഞു, നീയാണോ അമലാണോ അയച്ചെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല എനിക്കറിയില്ല ബ്രോ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ 2 അടിച്ചിട്ട് ഒരെണ്ണം അടിച്ചു. ഞാൻ നേരെ ഇതിപ്പോ ഇച്ചായനല്ല ഈ ഒരു മെസ്സേജ് അയച്ചത് എന്നുള്ളതാണ് പറയുന്നത്. ഇതൊരു ഫേക്ക്, അതായത് ഇത് തന്റെ ഐഡിയ ആണെങ്കിൽ ആരോ ഹാക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇത് 4 വർഷങ്ങൾക്ക് മുന്നേ നടന്നേക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ ഇച്ചായൻ പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം കൈസേട്ടൻ്റെ വീഡിയോക്കകത്താണെങ്കിൽ ഒരാൾ ഇങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. സോന ബിബിൻ എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്ന് എനിക്ക് 1 ഇയർ മുമ്പ് സെയിം മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ കുഞ്ഞാറ്റയുടെ ബ്രദറിന് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്ത് എന്നോട് സോറി പറഞ്ഞു. ഇത് വേറൊരാൾ കഴിഞ്ഞ ദിവസം, ഇത് 1 വർഷം മുന്നേ നടന്നു പറഞ്ഞുകൊണ്ട് കൈസേൻ്റെ വീഡിയോയുടെ താഴെ ഇട്ടേക്കുന്ന ഒരു കമൻറ്റാണ്. പക്ഷെ ഇവിടെ ഇച്ചാൻ പറഞ്ഞേക്കുന്നത് 4 വർഷങ്ങൾക്ക് മുന്നേ എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ്. എന്താണെങ്കിലും ബാക്കി കൂടെ കേൾക്കാം. എന്റെ അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ എനിക്ക് പെൺകുട്ടിയെ നേരിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ അല്ലെങ്കിൽ ഒരു കമ്പനി എന്നുള്ള രീതിയിൽ എനിക്ക് പെൺകുട്ടി അറിയത്തില്ല. സത്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്നല്ലേ വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഞാനല്ല. പക്ഷേ ഞാൻ എപ്പോഴും പറഞ്ഞു എന്റെ അക്കൗണ്ടിൽ നിന്നാണ് വന്നത്, അതുകൊണ്ട് ഞാൻ കുട്ടിയോട് മാപ്പ് പറയുന്നു. കാരണം അരുതാത്ത അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ്. കാരണം എനിക്ക് കുട്ടി അറിയത്ത് പോലില്ല. അതുകൊണ്ട് ഞാൻ ആ കുട്ടിയോട് സോറി ചോദിക്കുകയാണ്. ഇനി ഇതിനെപ്പറ്റി ഒരു പ്രശ്നം വരരുത്. കാരണം എന്റെ വൈഫ് ഞാൻ അപ്പോഴും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വൈഫ് പ്രഗ്നന്റ് ആണ്. കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ ഞാനല്ല ഇത് ചെയ്തെന്ന് തെളിയിക്കുന്നോളം വരെ അവരുണ്ടാവും, അതിന്റെ കുഞ്ഞിനെ ബാധിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ചേരുന്നത് 4 വർഷം മുന്നെയാണെന്ന് ആണ്. വൈഫിനോടുള്ള അത്രയുള്ള സ്നേഹവും കരുതലും കാര്യങ്ങളൊക്കെയാണല്ലേ. ഇത് കഴിഞ്ഞിട്ട് വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കുന്നുണ്ട്. അതിനകത്തുള്ള വൈഫിനുള്ള സ്നേഹം നമുക്ക് കേൾക്കാൻ പറ്റും. അതിനുശേഷം ഈ അക്കൗണ്ട് ഞാൻ എന്റെ എക്സ് വൈഫ് ആയിരുന്ന ആൾ ഉൾപ്പെടെ എന്റെ ആ 50,000 ഉണ്ടായിരുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് എന്റെ എക്സ് വൈഫ് ആയിരുന്ന ആൾ ഇപ്പോഴുള്ള വലിയൊരു ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ആ ഇൻസ്റ്റാഗ്രാമിൽ വെണ്ടക്ക അക്ഷരത്തിൽ സ്റ്റോറിയും ഹൈലൈറ്റിനും ഞങ്ങൾ ഇട്ടിരുന്നായിരുന്നു. എന്റെ അക്കൗണ്ട് 50,000 ഉള്ള അക്കൗണ്ട് ഞങ്ങൾ ഡിലീറ്റ് ചെയ്തു. ഈ അക്കൗണ്ടിൽ നിന്ന് ഒരുപാട് പേർക്ക് മെസ്സേജുകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളല്ല, അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കണം എന്നും പറഞ്ഞ് ഞങ്ങൾ ഇട്ടതാണ്.
ഇവിടെ ഇച്ചായനല്ല അയച്ചേക്കുന്ന ആരോ ഹാക്ക് ചെയ്തേക്കുന്ന കാര്യങ്ങളാണ് ഇത്, പിന്നീട് സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നൊക്കെ ഇച്ചായൻ ഇവിടെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇച്ചായന് പല ആൾക്കാരുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നും അതിൻ്റെ കുറേ പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ കുഞ്ഞാറ്റ തൻ്റെ ഒപ്പം കഴിഞ്ഞേക്കുന്ന ഭാര്യ തന്നെയാണ് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ ഒരു പ്രൈവറ്റ് ചാറ്റ് ലീക്ക് ആകുമ്പോഴത്തേക്കിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ഈ പറയുന്ന ആൾക്കാരല്ല ഈ പറഞ്ഞ കുറച്ച് കാമപരവശരാകുമ്പോഴത്തേക്കിന് പലരും പല രീതിയിലുള്ള കുത്സിതങ്ങളൊക്കെ പറഞ്ഞു വന്നേക്കും. ഇവിടെ ഇച്ചായനല്ല എന്നുള്ള കാര്യം ഇച്ചായനോട് പറയുന്നുണ്ട്. എങ്കിലും ഈ സാധനങ്ങളൊക്കെ ഇപ്പോൾ പബ്ലിക് ആയിട്ടുള്ള ഇങ്ങനെ വന്നത് ഇപ്പം ഇച്ചായൻ തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യം ഉണ്ട്. അതായത് ഇച്ചായൻ ഓക്കെ തെറ്റുപറ്റി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരൊറ്റ സാധനത്തിൽ നിർത്തിയായിരുന്നു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. കാര്യം എല്ലാ ആൾക്കാരും ഒരു സഹതാപത്തിൻ്റെ രീതിയിൽ ഒരു മനുഷ്യന് തെറ്റുപറ്റിപ്പോയി എന്നുള്ള രീതിയിൽ ആൾക്കാർ വന്നപ്പോഴത്തേക്കിനും ഇച്ചായൻ കണ്ടിന്യൂസ്ലി ഇത് അമ്മയ്ക്ക് പറയാനുള്ളത്, എനിക്ക് പറയാനുള്ളത്, അമ്മയ്ക്ക് രണ്ടാമത് പറയാനുള്ളത്, എനിക്ക് മൂന്നാമത് പറയാനുള്ളത്, അച്ഛന് പറയാനുള്ളത്, അയൽവക്കക്കാർക്ക് പറയാനുള്ളത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഒരു സാധനം തുടങ്ങിയ പിന്നീട് അവസാനം വന്നിട്ട് കുഞ്ഞിനെ കാണാനില്ല എന്നുള്ളൊരു സാധനം വന്ന് അങ്ങനെ കൊണ്ടെത്തിച്ചപ്പോഴാണ് കുഞ്ഞാറ്റയ്ക്ക് ഇത് തുറന്നു വന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. അവർക്ക് ആ ഒരു നെഗ് ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളത് ചെയ്യാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടല്ല ഇപ്പോൾ ഒരു സാധനം വന്നേക്കുന്നത്. അതുകൂടെ നിങ്ങൾ ചെയ്യില്ല, അല്ലെങ്കിൽ അത്ര സാധനങ്ങളോട്ട് നിങ്ങൾ പോയില്ലായിരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ വഷളായി മാറില്ലായിരുന്നു. ഇത് ഞാൻ അന്നൊരു വീഡിയോക്കത്തെയും പറഞ്ഞ ഇത് ഈ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത്. എന്താണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഈ ചാറ്റ് അയച്ചേക്കുന്നതെന്ന് പറഞ്ഞേക്കുന്ന അല്ലെങ്കിൽ ചാറ്റ് ചെയ്തു എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ ഇച്ചായനെ വിളിച്ചിരിക്കുന്നത്, അതായത് ഇവരുടെ ആ ഒരു കോമൺ ഫ്രണ്ട്, ഇപ്പം നല്ല സുഹൃത്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഈ സുഹൃത്തുമായിട്ട് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് കുറച്ച് അധികം ഉണ്ട്. അതിലെ കുറച്ച് ഭാഗങ്ങൾ ഒരു മിനിറ്റുള്ള ഭാഗം മാത്രം ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. ഹലോ, എന്റെ പൊന്നു ബ്രോ, നിങ്ങളെ ഞാൻ അന്ന് എല്ലാ തെളിവ് ഉൾപ്പെടെ കാണിച്ചു തന്നെ. ഞാൻ പറഞ്ഞല്ലോ എന്റെ പെണ്ണുമുള്ള പ്രഗ്നന്റ് ആയതുകൊണ്ട് ഞാൻ അത് ഏറ്റെടുത്ത ഞാൻ അതല്ല. എടാ സംഭവം ഞാനൊരു കാര്യം നിന്റെ അടുത്ത് പറയട്ടെ അളിയാ. ഞാൻ നിന്നെ കാണിച്ചടാ, എനിക്ക് അന്ന് എന്റെ പെണ്ണുമ്പോൾ പ്രഗ്നന്റ് ആവും. നീ എന്ത് വന്നാലും ഞാൻ അങ്ങോട്ട് കൈയും കാലും പിടിച്ച് പറഞ്ഞ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലേ അളിയാ, ഞാൻ അല്ലടാ അയച്ചേക്കുന്നേ. ഞാൻ സത്യമായിട്ട് ഞാൻ പറയാം, എനിക്കത് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാകാൻ കാരണം എന്നറിയടാ, ഞാൻ നിന്റെ അടുത്ത് എല്ലാ തെളിവും കാണിച്ചത്. അവന്റെ വിഷമം എന്നാന്ന് പറഞ്ഞാൽ ഞാൻ അതല്ല അയച്ചേക്കണം എന്നുള്ള തെളിവ് ഉൾപ്പെടെ ഞാൻ നിന്നെ കാണിച്ച 50,000 അക്കൗണ്ട് വരെ കളയാം. കാരണം അത് ആൾക്കാർ ആരും ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ നിന്നെ എല്ലാം കാണിച്ചു തരാം. കാരണം എനിക്ക് ആ കൊച്ചിനെ അറിയത്ത് പോലുമില്ല. അങ്ങനെ വരെ ഞാൻ പറഞ്ഞു ഞാൻ ഇത് എന്നിട്ട് കൊണ്ടാടാ ആളിയാ ഞാൻ പെട്ടെന്ന്. ആ പറ. നിന്റെ വൈഫ് സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പൊ അവളെ വിളിച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞത് നിന്റെ വൈഫ് സ്റ്റോറി അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഞാനിപ്പോ അവളെ വിളിച്ചു, എന്നെ ഇപ്പൊ നൈറ്റ് വിളിച്ചപ്പോഴാണ് ഞാൻ ഈ സംഭവം അറിയുന്നത്. അപ്പൊ നിന്റെ വൈഫ് പറഞ്ഞു, എന്നിട്ട് പുള്ളിക്കാരത്തി ഇവരെ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞു അത്രേ നമുക്ക് കേസാക്കാനൊന്നും നിങ്ങൾ സഹായിക്കോ, കേസാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എടാ ഞാനൊരു കാര്യം പറട്ടെ, ഇവർക്കൊന്നും കാര്യം അറിയില്ലല്ലോ. ഞാനുള്ള തെളിവ് ഉൾപ്പെടെ ഞാൻ പറഞ്ഞു ഞാൻ അല്ലടാന്ന് പറഞ്ഞ് ആ അക്കൗണ്ട് വരെ ഡിലീറ്റ് ചെയ്താണ് എന്റെ. ഞാൻ പറഞ്ഞു ഇപ്പൊ നിനക്കൊരു കാര്യം മനസ്സിലാവും, എന്റെ പെണ്ണുമ്പിളാന്ന് പറഞ്ഞ് ഇങ്ങനെയാണ്, ഞാൻ ചെയ്തില്ലെങ്കിൽ എന്റെ തലയ്ക്ക് വെച്ച് തരാൻ അവള് നോക്കും. എന്നാ വർത്താനം എന്ന് പറഞ്ഞേക്കുന്നത് ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്താണ് പറയുന്നത്, ഞാൻ ചെയ്തില്ലെങ്കിൽ എൻ്റെ തലയിൽ വെച്ച് തരാൻ നോക്കുമെന്ന് പറഞ്ഞ് സ്വന്തം ഭാര്യനെ കുറിച്ചിട്ടാണ് വേറൊരാളുടെ അടുത്ത് പറയുന്നത്. നേരത്തെ ഭാര്യ ഗർഭിണിയാണ്, അപ്പോൾ ആ ഒരു അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വലിയ സ്നേഹം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ്. ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്താണ് സ്വന്തം ഭാര്യനെ പറ്റി പറയുന്നത്, എടാ ഞാൻ ചെയ്തില്ലെങ്കിൽ എൻ്റെ മണ്ടയിൽ വെച്ച് തരുന്നുള്ളത്. ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് 4 വർഷം മുന്നുള്ള കാര്യങ്ങളൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, 4 വർഷം മുന്നേ തന്നെ ഈ രീതിയിലാണോ ചെയ്യുന്നത്? എനിക്കറിയാമല്ലോ ചോദിക്കുക. നിങ്ങളുടെ പാർട്ണറിനെ ആണെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ മാത്രം നിൽക്കാൻ പാടുള്ളൂ. ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് ഒരിക്കലും അത് പറയാൻ പാടില്ല. ഓക്കെ, ഇവിടെ പറഞ്ഞേക്കാണ് എൻ്റെ പെണ്ണുമ്പിള്ളയാണെങ്കിൽ ഞാൻ ചെയ്തില്ലെങ്കിലും അങ്ങനെ ആക്കാനെ കൊണ്ട് ശ്രമിക്കുന്നുള്ളത്. എന്തുവാടെ ഒരു മര്യാദ, എന്താ പറയുക, ഒരു റെസ്പെക്ട് അവർ ഭാര്യ എടുത്ത് കാണിക്കണ്ടേ? ഇപ്പം ഭാര്യ അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം ചെയ്തില്ലെങ്കിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇയാളുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് എന്തെങ്കിലും വരാതെ എന്തായാലും അങ്ങനെ ചെയ്യൂലല്ലോ. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് കുറേ കുഞ്ഞാറ്റാണെങ്കിൽ എൻ്റെ എക്സ് വൈഫ് അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഇങ്ങനെ പറഞ്ഞപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇച്ചായനെ ആണെങ്കിൽ മുമ്പ് താമസിച്ചിരുന്നപ്പോൾ ഇവിടെ ആ ഒരു റൂമിൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഷെഫിന ബീവ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഫ്രിഡ്ജിൻ്റെ അവിടെ പിന്നെ കുറേ ബിയർ കുപ്പിയുടെ അത് ഇത് കുറേ സാധനങ്ങൾ വിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടെ ഇച്ചായൻ ഇതിനകത്ത് തരുന്നുണ്ട്, നമുക്ക് അതോടൊന്ന് കേൾക്കാം. ഈ പറഞ്ഞ ചേച്ചി കാണിച്ചിരിക്കുന്ന സ്ത്രീ കാണിച്ചിരിക്കുന്ന വീഡിയോയിലുള്ള കുറച്ച് ഫോട്ടോ ഞാനൊരു കാര്യം പറയട്ടെ. കുറെ അടുക്കളയിലെ കുറെ സാധനങ്ങൾ കാണിച്ചു, ഫുഡിന്റെ കാണിച്ചു. ഞാൻ ഓഗസ്റ്റ് 2-4 തീയതി അവിടെ നിന്ന് പോകുന്നതാണ്. അത് കഴിഞ്ഞ് ഏകദേശം 3-4 ദിവസം കഴിഞ്ഞിട്ടാണ്, അതോ 2 ദിവസം കഴിഞ്ഞിട്ടാണോ ഏതൊരു ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന വ്യക്തി ഞാൻ ആ ഓഗസ്റ്റ് 1 തൊട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. എനിക്കുണ്ടായിരുന്ന മെന്റലി ഞാൻ അനുഭവിച്ച ടോർച്ചറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ഞാൻ കുളിക്കാറില്ല, നനയ്ക്കാറില്ല, ഞാൻ പണിയെടുക്കാറില്ല, ഞാൻ തിന്നാറില്ല, ഇത് ചെയ്യാറില്ല എന്ന് പറയുന്ന ഒരു വ്യക്തി ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു വരാം. ഒരു പടുകുഴിയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പടുകുഴിയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒന്നും എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾക്ക് അതിനനുസരിച്ചുള്ള മനസ്സിന് സന്തോഷം വേണം, അല്ലെങ്കിൽ അതനുസരിച്ചുള്ള സപ്പോർട്ട് വേണം, അതനുസരിച്ചുള്ള അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്റെ വീട്ടുകാരെ വിളിച്ചൊന്ന് സംസാരിക്കാനുള്ള ഒരു അവകാശമെങ്കിലും എനിക്ക് വേണമായിരുന്നു. അതുപോലും എനിക്കുണ്ടായിരുന്നില്ല എന്നതാണ്
ദൈവത്തിന്റെ നാമത്തിൽ സത്യം. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് പിന്നെ ഞാൻ ആ വീട്ടിൽ നിന്ന് പോരാൻ നേരത്ത് എനിക്ക് വേണ്ടപ്പെട്ട സാധനങ്ങൾ, എന്റെ ഡോക്യുമെന്റും എന്റെ വേണ്ട 2-3 ഷർട്ടോ, അത് ആ വ്യക്തി മേടിച്ച ഷർട്ടൊന്നുമല്ല, അല്ല ആ വ്യക്തി പോയതിനു ശേഷം മേടിച്ച ഷർട്ടോ കാര്യമൊന്നുമല്ല, അത് മാത്രം ഞാൻ എടുത്തു. ബാക്കി സാധനങ്ങളെല്ലാം ഞാൻ വലിച്ചു വാരി അവിടെ വിട്ടിട്ടുണ്ട്. കാരണം ഞാൻ എന്തിനു നിരത്തി വെക്കണം? എന്നാൽ ശരി, ഞാൻ ഇവിടുന്ന് എന്നെ ഒഴിവാക്കുകയും ചെയ്ത് എന്നെ മൂഞ്ചിച്ച് പാലം കടത്തി വിട്ടിട്ട് ഞാൻ ഇനി അവർക്ക് ഞാൻ താമസിച്ച വീടും, കാരണം ആ സാധനങ്ങൾ മൊത്തം ഈ ഓഗസ്റ്റ് 31-ാം തീയതി വ്യക്തിക്ക് വേണ്ടപ്പെട്ട ആൾ വീട്ടിൽ പോയി മൊത്തം അടിച്ചു പറക്കി എടുത്തോണ്ട് പോയി. അതായത് എന്റെ ഷഡ്ഡി വരെ കൊണ്ടുപോയി അവിടെ കടന്നിരുന്നേ. ആ വ്യക്തികൾ എടുത്തോണ്ട് പോയതാണ്. ഈ പറയുന്ന ഫോട്ടോ കാര്യങ്ങൾ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് എടുത്തിരുന്ന ഫോട്ടോ ഇല്ല. ഈ ജെട്ടി വരെ അടിച്ചോണ്ട് പോയി എന്ന് പറയാൻ അത്രയും ഗതികെട്ട് കിടക്കണം അവര്. പിന്നെ ഈ ജെട്ടി സ്വർണ്ണം കൊണ്ട് ഉണ്ടാക്കിയൊന്നും അല്ലല്ലോ, മറിച്ച് വിറ്റ് പൈസ ഒക്കെ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പണയം വെക്കാനെ കൊണ്ട് സ്വർണ്ണം കൊണ്ട് ഉണ്ടാക്കിയ സാധനം അല്ലല്ലോ. പിന്നെ എന്നെ മൂഞ്ചിച്ചിട്ട് പോയി എന്ന് പറയുമ്പോഴത്തേക്കിന് എടേ കുഞ്ഞാറ്റ ആദ്യം ഒരു എന്താ പറയുക ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് അവിടെ നിർത്തിയേക്കുന്ന ഒരു സാധനമായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഇയാളുടെ ഈ ഒരു പരിപാടികൾ കാരണമാണ് കുഞ്ഞാറ്റയ്ക്ക് ഇത് പറയേണ്ടി വന്നത്. കുഞ്ഞാറ്റയെ വീണ്ടും ആൾക്കാർക്കിടയിലോട്ട് കുറ്റം കല്ലേറുകൾക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തപ്പോഴാണ് കുഞ്ഞാറ്റയ്ക്ക് പറയേണ്ടി വന്നിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ നിന്ന് പറയാൻ മൂഞ്ചിച്ചിട്ട് പോയി. കുഞ്ഞാറ്റ അവിടെ പറയുന്നുണ്ട് ഇവിടെ എനിക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുമെന്നുള്ള പേടി വരെ കുഞ്ഞാറ്റയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ. എന്നിട്ട് ഇവിടെ കിടന്നിട്ട് പറയുന്ന ഈ വർത്താനങ്ങൾ എന്തുവാടാ ഇത്? അതായത് എന്റെ എക്സ് വൈഫിന്റെ വേണ്ടപ്പെട്ട ആളുകൾ മേടിച്ച് തന്ന ഒരു കുരു പോലും അതിനകത്തില്ല. ഒരു അലമാരി ഉണ്ട്. ആ അലമാരിയുടെ ചില്ലാണ് ഞാൻ ഇടിച്ചു പൊട്ടിച്ചേക്കുന്നത്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ എന്റെ പേരിൽ ഈ പറയുന്ന എക്സ് വൈഫിന്റെ പേര് വെണ്ടയ്ക്ക അക്ഷരത്തിൽ കുത്തി വെച്ചിരുന്നു. ഈ വെണ്ടയ്ക്ക അക്ഷരത്തിൽ കുത്തി വെച്ചിരുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, എനിക്ക് അന്ന് രാത്രി 4-ാം തീയതി രാത്രി ഭയങ്കര മെന്റൽ ടോർച്ചർ, ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാൻ ചിന്തിക്കാൻ ഇനി ഇതിന്റെ പേര് കാണിച്ചുകൊണ്ട് എനിക്ക് കാണാൻ പോലും പറ്റുന്നില്ല. ഞാൻ ആ ദേഷ്യത്തിലും ഭയങ്കര കള്ളു പിടിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഡ്രിങ്ക് ആയിരുന്നു. ആ ഒരു ദേഷ്യത്തിൽ ഞാൻ എന്റെ സ്വന്തം കൈ വെച്ച് തന്നെ ചില്ലിന് ഒരു ഹീറ്റിനാണ് വെച്ച് കൊടുത്തു. പൊട്ടിച്ചതിൽ പോയി അതിന്റെ ഒരു ഫോട്ടോയാണ് കിടക്കുന്നത്. അപ്പം ഫോട്ടോ കിടക്കുന്നത് അത് ഞാനിങ്ങനെ എടുത്തിട്ട് കുനുകുന എന്ന് പറഞ്ഞൊരു 3-4 വരെയും വരച്ചു. മദ്യം കൂടെ ആണല്ലോ, തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുകയാണ്. കുരുകുരാന്ന് പറഞ്ഞ് മുറിഞ്ഞു, ചോരയൊക്കെ വന്നു. എടോ ഇത് പുള്ളിക്ക് എന്നാ മാനസികമായിട്ട് തകർന്നിരിക്കുകയാണോ അതാണെന്ന് തോന്നുന്നു. പക്ഷെ എനിക്കിത് കേട്ടിട്ട് ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്നുണ്ട്. കാര്യം കുനുകുന എന്നൊക്കെ മറ്റേ സവാള അരിഞ്ഞ പോലത്തെ വർത്താനാണ് പറയുന്നത്. പക്ഷേ അലമാരിയൊക്കെ ഇടിച്ചു പൊട്ടിച്ചു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ എനിക്ക് അറിയത്തില്ല, ചിലപ്പോൾ ആ ഒരു എന്താ പറയുക ജീവിതം എല്ലാം രണ്ടും രണ്ട് വഴിക്കാന്നൊക്കെ തോന്നിയ സമയത്തൊക്കെ ചെയ്തേക്കുന്ന കാര്യമായിരിക്കും. പക്ഷേ അലമാരിയൊക്കെ കൈകൊണ്ട് ഇടിച്ചു പൊട്ടിക്കുന്നൊക്കെ പറയുമ്പോൾ അവിടെ നാശനഷ്ടങ്ങൾ അക്രമമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ. ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നില്ല പുള്ളി ഈ ഒരു വീഡിയോക്കകത്ത് സംസാരിക്കുമ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ക്ലാരിറ്റിയിൽ പറഞ്ഞതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരു ക്ലാരിറ്റി എനിക്ക് വലിയ ഇതായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എവിടേക്കോ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറയുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് HIV AIDS കാര്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങളുടെ ലാബിൽ വന്നായിരുന്നു. ഈ പറഞ്ഞ എന്റെ എക്സ് വൈഫിന്റെ ലാബിൽ വന്ന് ഞാൻ സെർച്ച് ചെയ്തായിരുന്നു. അല്ലെങ്കിൽ ഈ പറഞ്ഞ ലാബിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യക്തിക്ക് എങ്ങനെയെങ്കിലും കിട്ടി. നിങ്ങളുടെ എക്സ് ഹസ്ബൻഡ് ആയിരുന്ന അമൽ എന്ന് പറയുന്ന വ്യക്തിക്ക് AIDS സ്ഥിരീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ AIDS വരാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞ് ആരെങ്കിലും പറഞ്ഞിരുന്നോ? നീ എന്ന് പറഞ്ഞ ഈ വ്യക്തി ആ വ്യക്തിയുടെ വാക്കാൽ ഒരു വളരെ ഇതായിട്ട് പറഞ്ഞതാണ്. ഒരു മെസ്സേജ് അയച്ചുകൊണ്ട് ചിലപ്പോൾ എന്തായാലും വരുമായിരിക്കും. ചിലപ്പോൾ പറയുമ്പോൾ ഡിജിറ്റൽ യുഗമല്ലേ, വൈറസ് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഡിജിറ്റലിലൂടെ വരാൻ പറ്റും. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തായാലും ഇതെല്ലാം ഞാൻ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയുന്നില്ല. ഞാൻ എന്തായാലും ഇത് നിയമ നടപടികളായിട്ട് പോകും, ഉറപ്പാ. ഡിജിറ്റൽ വഴി ചിലപ്പം HIV പകർന്നു വന്നേക്കാം. അതുകൊണ്ടാണല്ലോ കുഞ്ഞാറ്റ പറഞ്ഞേക്കുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുമോ എന്നുള്ള പേടി വരെ കുഞ്ഞാറ്റയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്. അവിടെ ഒന്ന് ആലോചിക്കുക, അങ്ങനെ ഒരാൾ ഇത്രയും ബോൾഡായിട്ടൊരു തീരുമാനം എടുത്തു, ഡിവോഴ്സ് എന്ന് പറയുന്നൊരു സാധനം എടുത്തു. അതിന് ഇച്ചിമുള്ള പേരിൽ ആരും എന്തായാലും പോയിട്ട് ഡിവോഴ്സ് ചെയ്യൂലല്ലോ. അത്ര സ്ട്രോങ് ആയിട്ടുള്ള കാര്യം ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഡിവോഴ്സ് ചെയ്തു. പിന്നീട് ഇങ്ങനെ വന്ന് ഗതികെട്ട് ഒരാൾക്ക് പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത്രയും സഹിച്ചിട്ടല്ലേ പിന്നെ ബാക്കിയുള്ള എല്ലാവരും നിങ്ങളുടെ വീഡിയോക്കകത്തോടൊക്കെ കണ്ടേക്കുന്നതാണ്. ഒരു പണിക്കും പോകത്തില്ല, ഇതിനകത്തോടെ ഇയാൾ സമ്മതിക്കുന്നുണ്ട് ഞാൻ പണിക്കും ഇതിനും പോകുന്നില്ല എന്ന്. എന്നിട്ട് കുഞ്ഞിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഇത്ര വലിയ വായത്തള അടിക്കുന്നുണ്ട്. കുഞ്ഞിനെ ആണെങ്കിൽ കാണാൻ പോകാനെ കൊണ്ട് വണ്ടിക്കൂലി പോലും ഇല്ല, എന്തോ ജോലിയില്ല എന്നുള്ള കാരണത്താൽ ഒരു കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് ജോലിയില്ല, പൈസ ഇല്ല, കുഞ്ഞിനെ കാണാൻ പോയി 100 രൂപ കയ്യിൽ എടുക്കാനില്ല എന്ന് പറയുമ്പോഴത്തേക്കിന് എന്തുവാണ് ഇതിനെയൊക്കെ പറയേണ്ടത്? അങ്ങനെയുള്ളപ്പോൾ കുഞ്ഞാറ്റനെ ഇതിനകത്ത് എൻ്റെ എക്സ് വൈഫ് ആണെങ്കിൽ കുറേയൊക്കെ എക്സ് വൈഫിൻ്റെ കൂടെ എനിക്ക് അങ്ങനെ എന്താ പറയുക ഒരു കാര്യത്തിനെ മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിക്കാൻ അറിയത്തില്ല, അങ്ങനെ അറിയില്ല ഇങ്ങനെ അറിയില്ല എന്ന് എക്സ് വൈഫ് എന്ന് ചേർത്ത് കുറേ സാധനങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. എല്ലാം കൂടെ എടുത്ത് ഇങ്ങോട്ട് വെക്കാൻ വയ്യാത്തോണ്ട് കേട്ടോ. എങ്കിലും ഈ കുരിശൊക്കെ ഒന്ന് ഒഴിഞ്ഞു പോയിട്ട് എങ്ങനെയെങ്കിലും എൻ്റെ ഫാമിലി ആയിട്ടൊന്ന് സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്നോർത്തിട്ടല്ലേ എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലേ? മനസ്സിലാവുന്നുണ്ട് കുഞ്ഞാടെ. അങ്ങനെയെങ്കിൽ കുഞ്ഞാട് എന്താണ് ചെയ്യേണ്ടുന്നത്? ഇഹലോഹ ഉടായ്പകളെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് പിന്നീട് ഇങ്ങനെ വന്ന് ന്യായീകരിച്ച് എടുക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നോ? നീ നിന്റെ കുഞ്ഞിന് മദ്യം കൊടുത്തിരുന്നോ? എന്നോട് ചോദിച്ചൊരു കാര്യമാണ്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. 3 വയസ്സുള്ള എന്റെ കുഞ്ഞിന് മദ്യം കൊടുത്തു എന്ന് പറഞ്ഞുണ്ടാക്കാൻ മടിയില്ലാത്ത ഈ ആളുകൾ ഞാൻ എന്റെ കുഞ്ഞിനെ കാണാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാക്കി ഇവർ തരില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഞാൻ അവിടെ എന്റെ കൊച്ചിനെ കാണാൻ വേണ്ടി ചെല്ലാണ്, ഇവിടെ വിളിച്ചേക്കാണ്. അവിടെ ഞാൻ ഞാനേ പെടുള്ളൂ. ഈ പറഞ്ഞിരുന്നു കമന്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ റിയാക്ഷൻ ചെയ്യുന്നവർ ഇച്ചായി കൊച്ചിനെ കാണാൻ വേണ്ടി ചെന്നു വേണ്ടപ്പെട്ട ആളുകളുടെ മേത്തോട്ട് കയറി അല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഭവനവേദനമാണ്. ഇയാൾക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആണ്. അപ്പം ശരി, ടക്ക മക്ക.